നമസ്കാരം. നമുക്ക് നല്ല പെടക്കിന ചാള കിട്ടിയിട്ടുണ്ട്. ഫ്രഷാണ്. അപ്പോൾ ഈ ചാളേനെ പലിഞ്ഞീൻ എടുക്കണം. അപ്പോൾ അന്ന് ഞാൻ പലിഞ്ഞീൻ്റെ ഫോട്ടോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു ഈ പലിഞ്ഞീൻ വേറെ സെപ്പറേറ്റ് മേടിച്ചതാണെന്ന്. അങ്ങനെയൊന്നല്ല, ഞാൻ അച്ചാറിടാൻ വേണ്ടി ചാള മേടിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് പലിഞ്ഞീൻ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ പലിഞ്ഞീൻ വേർതിരിച്ചെടുക്കുന്ന ഇതാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കറുത്ത കുടലില്ലേ, അത് അപ്പം തന്നെ എടുത്ത് കളയണം. എന്നാലാണ് അത് വൃത്തിയാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആദ്യമേ പണിയാവും. അപ്പോൾ ഇങ്ങനെ വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 2 കിലോ ചാളേനെ പലിഞ്ഞീനാണ് എടുത്തത് കേട്ടോ. ഈ പലിഞ്ഞീൻ വേവിക്കുമ്പോൾ നമ്മളില്ലേ, പലിഞ്ഞീൻ വെള്ളത്തിലിട്ടിട്ട് വേവിക്കണം. അല്ലെങ്കിൽ വെറുതെ എണ്ണയിൽ വറുത്തിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവണമെങ്കിൽ നമ്മളത് കുറച്ച് വെള്ളത്തിൽ വേവിക്കണം. അപ്പോൾ ഞാൻ പലിഞ്ഞീൻ വേവിക്കുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പലിഞ്ഞീൻ എടുത്തിട്ട് ഇത്രയും പലിഞ്ഞീനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ പലിഞ്ഞീൻ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്കാണ് പലിഞ്ഞീൻ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ഒന്ന് തിള വന്ന് കുറച്ച് കഴിയുമ്പോൾ അത് ഞാൻ ഇത്തിരി വലിയ പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആവുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എരിവ് വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇതിലുമ്പോൾ വെതറിയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാവരും വെറുതെ വിടില്ലല്ലോ പിന്നെ പലിഞ്ഞീൻ